ഹായ് ഹലോ, നമ്മളിന്നൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര പോകണം കേട്ടോ. അപ്പോൾ കന്യാകുമാരി വിശേഷങ്ങളടങ്ങിയ ഒരു കുഞ്ഞ് ബ്ലോഗാണ്. 2 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ സൈഷേട്ടൻ്റെ ചിറ്റപ്പനും ഫാമിലിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവരാണ് നമ്മുടെ ചിലവൊക്കെ, നമ്മൾ കൂടെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ബന്ധുക്കളെല്ലാം കൂടി ചേർന്ന് പോയപ്പോൾ എന്നെ സൈഷേട്ടനെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കൂടെ പോയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സൈഷേട്ടൻ്റെ കുഞ്ഞമ്മ, പിന്നെ ഇത് മാമിയാണ്, പിന്നെ ചിറ്റപ്പനുണ്ട്, പിന്നെ കുഞ്ഞമ്മയുടെ മകളുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പോവുകയാണ്. ബാംഗ്ലൂർ കന്യാകുമാരി ഇൻ്റർസിറ്റി ട്രെയിനിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. ആ ട്രെയിൻ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സ്റ്റേഷനായ കുഴുത്തറയിലെത്തി. ആദ്യം നമ്മൾ ബസ്സിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. പിന്നെ എനിക്ക് ബസ് യാത്ര അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ച് ട്രെയിനിൽ പോവുകയാണ് കേട്ടോ. ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കൊക്കെ ഫ്രീ ആയിട്ട് പോയിട്ട് വരാൻ പറ്റി. പിന്നെ ഇതാണ് ശ്രീയല ചേച്ചി. ശ്രീയല ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ ലൈവ് സ്റ്റോറി പറയുന്ന വീഡിയോയിൽ ഞാൻ ശ്രീയല ചേച്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൈഷേട്ടൻ്റെ ചിട്ടിയുടെ മകളാണ്. കലച്ചേച്ചിയാണ് എനിക്ക് സൈഷേട്ടന് വേണ്ടി ആലോചിച്ചതും ഞാൻ തമിഴ്നാട്ടിലേക്ക് വരാൻ കാരണവും. അപ്പോൾ അത് ഫുൾ അടങ്ങുന്ന ആ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ മറക്കാതെ കാണണം. അപ്പോൾ ഞങ്ങളൊരു 3:50 ആയപ്പോൾ കന്യാകുമാരിയിൽ എത്തി കേട്ടോ. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ കന്യാകുമാരിയിലേക്ക് വരുന്നത് കേട്ടോ. ഇതിന് മുന്നേ 2 പ്രാവശ്യം ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ എൻ്റെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കന്യാകുമാരി വന്നപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഈ ട്രെയിൻ പാളം തന്നെ ഇത് അവസാനിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പാളത്തിൻ്റെ അവസാനം. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 ഓട്ടോയിലായിട്ട് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് യാത്രയായി കേട്ടോ. അപ്പോൾ ഇത് കലച്ചേച്ചിയുടെ മകളാണ്, പിന്നെ ഇത് മാമിയാണ് കേട്ടോ അടുത്തിരിക്കുന്നത്. കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം ആദ്യം നമ്മൾ താമസിക്കാനൊരു ലോഡ്ജാണ് നോക്കിയത് കേട്ടോ. അപ്പം നല്ലൊരു അമ്പലത്തിനടുത്ത് നല്ല അടിപൊളി സ്ഥലത്ത് ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തു. 2 റൂമായിട്ടാണ് എടുത്തത്, ലേഡീസിനും ജെൻസിനുമായിട്ട് എടുത്തു. അപ്പം ഞങ്ങൾ 4ാമത്തെ നിലയിൽ ഞങ്ങൾക്ക് ലേഡീസിനും, താഴത്തെ നിലയിൽ ജെൻസിനും, ഞങ്ങളെ സൈഷേട്ടനും ചിറ്റപ്പനും ഒക്കെ റൂം എടുത്തു. അപ്പോൾ അബിക്കുട്ടനൊക്കെ റൂമിൽ കയറിയിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ, നല്ല ജോളിയായിരുന്നു. പിന്നെ യാത്രാക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നു. പിന്നെ ഇത്തിരി ഫ്രഷായി കുറച്ച് നേരം TV ഒക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞൊരു വൈകുന്നേരം റൂമിൽ നിന്ന് ഞങ്ങൾ കടൽ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. പിന്നെ കച്ചവടങ്ങൾ എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. എവിടെ നോക്കിയാലും ഈ ശംഖുകൾ, മുത്തുമാലകൾ, ചിപ്പികൾ ഒക്കെ വിൽക്കുന്ന കടകളായിരുന്നു കൂടുതലും കണ്ടുവന്നിരുന്നത്. പിന്നെ പുരാതനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയ ഓരോരോ ഷോപ്പുകളായിരുന്നു മിക്കതും. പിന്നെ കുറേയൊക്കെ അവിടെ ചുറ്റി അടിച്ച് കണ്ടിട്ട് കടലിലേക്ക് പോകാൻ സമയത്ത് അവിടെ അടുക്കുംതോറും നല്ല തിരക്കുകൾ കൂടിക്കൂടി വരുവാണ്. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ കടലിലേക്ക് പോവാണ് കേട്ടോ. കടലിനടുത്ത് എത്തിയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നാളെ വിവേകാനന്ദ പാറയിലേക്ക് പോകുള്ളൂ ബോട്ടിങ്ങിൽ. ഇന്ന് നമ്മൾ കടൽ കണ്ടിട്ട് തിരികെ പോകാനാണ് പ്ലാൻ വെക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ സന്ധ്യയായി കഴിഞ്ഞിരുന്നു. അപ്പം നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ദൂരെ നിന്ന് ആ വിവേകാനന്ദ പാറ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പോയിട്ടില്ലാത്തവർ പോകാൻ ശ്രമിക്കണം, നല്ല സ്ഥലമാണ്. സൈഷേട്ടൻ്റെ സ്ഥലമായ വേങ്ങോട്ട് നിന്ന് ഒരു 48 കിലോമീറ്റർ ദൂരം കാണും കന്യാകുമാരിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിലൊക്കെ വന്ന് ഇടയ്ക്കൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളങ്ങനെ വരാൻ പ്ലാനൊക്കെ ഇട്ടുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഒത്തിരി നേരം അവിടെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ച് കഴിച്ചിട്ട് കടൽ കണ്ട് അങ്ങനെ സായാഹ്നം അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ മാള് മാങ്ങയും പൈനാപ്പിളൊക്കെ പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് അതെല്ലാം കഴിച്ചു. പിന്നെ പോപ്കോണ്, ഐസ്ക്രീം, പിന്നെ പാനിപ്പൂരി ഒക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. നല്ലവണ്ണം ആസ്വദിച്ചിട്ട് ഇത്തിരി സന്ധ്യയായി, നല്ല സായാഹ്നം, നല്ല സന്ധ്യ ആയപ്പോൾ നമ്മൾ അസ്തമയം കാണാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അസ്തമയവും ഉദയവും ഒന്നും ഒരാഴ്ച കൊണ്ടേ ഇല്ല. കാരണം നല്ല മഴ സീസൺ ആയതുകൊണ്ട് തന്നെ അസ്തമയൊന്നും കാണാൻ പറ്റുന്നതെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരികെ പോവുകയാണ് കേട്ടോ, റൂമിലേക്ക് പോവുകയാണ്.
സന്ധ്യ സമയത്ത് തന്നെ ആ കന്യാകുമാരി കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ ലൈറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് ഒരു ഐശ്വര്യമായിരുന്നു കാണാൻ. ആ കടപ്പുറമൊക്കെ കാണാൻ നല്ല പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പം നമ്മൾ തിരികെ റൂമിലേക്ക് പോവുകയാണ്. ഇനി വേഗം പോയി ഫ്രഷ് ആയിട്ട് വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. കാലത്ത് എഴുന്നേക്കാനുള്ളതാണ് അമ്പലത്തിൽ പോകാനായിട്ട്. അങ്ങനെ റൂമിലെത്തി ഫ്രഷായി. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം ഫുഡ് വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം TV എല്ലാം കണ്ടിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. ടാറ്റാ.